ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ട്രിപ്പിലാണ്. ഞാനിവിടെ ആലപ്പുഴയിലാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് ഹൗസ് ബോട്ടിലൊക്കെയാണ് സ്റ്റേ ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ടിലോട്ട് പോണ വഴിയിൽ നല്ലൊരു അടിപൊളി ആംബിയൻസ് കണ്ടു. ഒരു ചായക്കടയൊക്കെ ആയിട്ട് നമ്മളവിടെ നിർത്തി ചായയും സുഖിയനൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ കുറേ നേരം അവിടുത്തെ നേച്ചറൊക്കെ നോക്കി അതൊക്കെ ആസ്വദിച്ച് നമ്മളവിടെ സംസാരിച്ച് കുറേ നേരം നിന്നായിരുന്നു. ഇതാ കാണുന്ന ഹൗസ് ബോട്ടുകളില്ലേ, അതിലേതോ ഒരു ഹൗസ് ബോട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോണത്. ഇവിടെ എത്തി. പാലിറങ്ങിയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞു. എത്തിയിട്ടുണ്ട്. നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ ലൊക്കേഷനിലെത്തി. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. നമ്മൾ ഹൗസ് ബോട്ടിലാണ്. ശരിക്കും നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കോട്ടയത്ത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ബാംഗ്ലൂരിൽ നിന്ന് അപ്പോൾ ഇവരെല്ലാവരും വന്നപ്പോൾ എന്നാൽ പിന്നെ ഒരു ദിവസം ഇവിടെ ഹൗസ് ബോട്ടിലൊക്കെ സ്റ്റേ ചെയ്ത് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇവരാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആ ടീം. ശരിക്കും നമ്മളൊരു 10-20 പേരുള്ളൊരു ഗ്യാങ്ങാണ് കേട്ടോ. പക്ഷേ പല റീസൺസ് കാരണം നമുക്ക് ഇത്രയും പേർക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. നമുക്ക് നല്ല ചൂട് പഴംപൊരിയൊക്കെ കിട്ടിയായിരുന്നു. ചൂടുണ്ട് കേട്ടാ, ഇവിടെ ചൂട് പഴംപൊരിയാ. അങ്ങനെ ഞങ്ങൾ നല്ല പഴംപൊരിയൊക്കെ കഴിച്ച് അപ്പർ ഡെക്കിലിരുന്ന് ആ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറേ നേരം ഇങ്ങനെ ആ ഹൗസ് ബോട്ടിൽ നമ്മളിങ്ങനെ ക്രൂസ് ചെയ്തുകൊണ്ടിരുന്നു. നമ്മളിപ്പോൾ പോണത് ഒരു 1 BHK ബോട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇതിലല്ല നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോണത്. ആ ബോട്ടിലാണ് നമ്മളിന്ന് താമസിക്കുന്നത്. അയാളുടെ തൂക്കിയിട്ട തുണിയൊക്കെ കാണുന്നു. സോ നമ്മളിപ്പോൾ വില്ലേജ് വാക്കിന് ഇറങ്ങിയതാണ്. See, isn't this beautiful, guys? And this is my friend Chai. Hi Chai. നമ്മുടെ മറ്റ് സ്റ്റേറ്റ്സിലൊക്കെയുള്ള ഫ്രണ്ട്സിന് നമ്മൾ കേരളത്തിൻ്റെ തനിമ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കൂലേ, അതിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ ആലപ്പുഴ. നമുക്ക് വയലിൻ്റെ നടുക്കൊരു അമ്പലം, എന്ത് രസമല്ലേ, ഒരു വേറെ തന്നെ ഒരു ഭംഗിയായിരുന്നു അവിടെ. എന്നിരുന്നാലും മഴക്കാലത്ത് ഇവിടെയുള്ളവരുടെ ജീവിതം കുറച്ച് പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കുറച്ച് ദുരിതം പിടിച്ചതാണത്. എനിക്കത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഓരോ ഇവിടെ ഓരോ വീട്ടുകാർക്കും അവരുടേതായ പ്രൈവറ്റ് ആയിട്ടുള്ള വഞ്ചിയുണ്ട്. അങ്ങനെ വില്ലേജ് വാക്ക് എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ബോട്ടിലോട്ട് പോയി. ബോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോണ ഹൗസ് ബോട്ട്. നമുക്ക് നമ്മളുടെ ബെഡ്റൂം കാണാം. ഇതിൽ നമുക്ക് മുകളിലത്തെ അപ്പർ ഡെക്കിൽ പോകാൻ പറ്റും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ബെഡ്റൂം നമ്പർ 1. വാവ്, ലുക്ക് അറ്റ് ദ ബെഡ്റൂം ഗൈസ്. ഇനി നമുക്ക് ബെഡ്റൂം 2 കാണാം. ഹായ്. സോ ഇത് ബോട്ടിലെ ചേട്ടന്മാരാണ് അവിടെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ ബെഡ്റൂം 2. അടിപൊളിയല്ലേ? ആൻഡ് നമുക്കിത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നല്ല അടുത്ത ഹൗസ് ബോട്ടിലേക്കുള്ള വ്യൂ ആണ്. സി, വാവ്. നമുക്കിവിടെ നോക്ക്, ഈ വ്യൂ എങ്ങനെയുണ്ട്. സോ ഡിന്നർ ഇവിടെ റെഡിയാണ്. നമുക്ക് നല്ല കരിമീൻ പൊള്ളിച്ചതുണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ റൈസ് ഉണ്ട്. ഓ മൈ ഗോഡ്, ചായ്, ക്യാൻ യു ഓപ്പൺ ദിസ്? ഐ കാണ്ട്. ഓക്കെ, ചപ്പാത്തി ഉണ്ട്. ഓക്കെ, എന്തോ വെണ്ടയ്ക്ക തോരനുണ്ട്. പിന്നെ അവിടെ അതിലെന്താ ഡാലുണ്ട്. എല്ലാവരും ട്രാവൽ ചെയ്ത് ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഡിന്നർ കഴിഞ്ഞ് നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഇതാണ് മോർണിംഗ് വ്യൂ. നമ്മൾ ആ മോളിലത്തെ വ്യൂ ഒന്നുമില്ല, രാത്രി ആയാലും കണ്ടില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ.
ഇവിടെ ഫുള്ള് മൂടിയിട്ടിക്ക, മഴയൊക്കെ പെയ്തുകൊണ്ടേ. മൂടിയിട്ടേക്ക. നമ്മൾ ക്രൂസ് ചെയ്യുന്നത് ഈ ഷിപ്പിലല്ല കേട്ടോ. കാരണം നമ്മൾ മൊത്തം 5 പേരുണ്ടായിരുന്നു. അപ്പം 5 പേർക്ക് ഇവർ തന്നത് ഒരു സിംഗിൾ ബെഡ്റൂമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറ്റൂല. കാരണം നമ്മൾ മൊത്തം 5 പേരുണ്ട്, 2 ഗേൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു സിംഗിൾ ബെഡ്റൂം അല്ല, നമ്മൾ 2 ബെഡ്റൂമാണല്ലോ പറഞ്ഞത്. അത് പറഞ്ഞപ്പോഴാണ് അവർ നമുക്ക് ഈ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റ് നമുക്ക് ഈ ഒരു 2 ബെഡ്റൂമായിട്ടുള്ള ബോട്ട് അവർ നമുക്ക് തന്നത്. ആ ഒരു ഹൗസ് ബോട്ട് ക്രൂസിങ് അത് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് വീണ്ടും പഴയ ഹൗസ് ബോട്ടിൽ കയറി നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. വീണ്ടും ഒരു 1 അവർ ഞങ്ങൾക്ക് ഇവരെ ചുറ്റിക്കറങ്ങാനായിട്ട് സമയമുണ്ടായിരുന്നു. കാരണം 10 മണിക്ക് ഞങ്ങൾക്ക് ചെക്കൗട്ടാണ്. അപ്പം അതിനിടയിൽ ചായ കുടിക്കണം. അതുപോലെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അവർ ഇങ്ങനെ നമ്മുടെ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളും അതിൻ്റെ സൈഡിലൊക്കെ ഓരോ ഫാമിലീസും അവർ അവിടെ അലക്കുകയും കുളിക്കുകയും അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയി. അതിനിടയിൽ അവിടെ വള്ളംകളി നടക്കുന്നുണ്ട് കണ്ടോ. അടുത്ത മാസം വള്ളംകളി നടക്കുകയാണ്. അപ്പം അതിൻ്റെ പ്രാക്ടീസാണ് ആ കാണുന്നത്. നമ്മളതൊക്കെ കണ്ടായിരുന്നു. പിന്നെ കുറേ റീലിലും ഒക്കെ ഉള്ള വീഡിയോസും പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. ഇഡലിയും സാമ്പാറും ചട്നിയായിരുന്നു. സത്യം പറയാമല്ലോ, ഈ ബോട്ടിലെ എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. ആദ്യം കാണുന്ന ബോട്ട് അത് ദിലീപിൻ്റെ ബോട്ടാണ്. അതെ, ഈ സൂം ചെയ്ത് കാണുന്ന ഈ ബോട്ട് തന്നെ. അങ്ങനെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പയ്യെ നമ്മുടെ പാക്കൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് നമ്മുടെ ബാംഗ്ലൂരിലുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കുറച്ച് ചിപ്സും ഹൽവയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഈ കടയിൽ കയറി കുറേ ഹൽവയൊക്കെ ടേസ്റ്റ് ചെയ്ത് കുറേയൊക്കെ വാങ്ങി. അവിടെ നല്ല അടിപൊളി ജാക്ക് ഫ്രൂട്ട് ഹൽവ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ച് കാണാനാണ് ഇപ്പോൾ വന്നിരിക്കണേ. അപ്പോൾ 12 മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ വരണത് തിരിച്ച് നാട്ടിലേക്ക്. അപ്പോൾ വിചാരിച്ചു അതിനിടയിൽ ബീച്ചൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ ബീച്ച് കാണാൻ വേണ്ടി ഇവിടെ ആലപ്പുഴയിൽ വന്നേക്കാം. ഏകദേശം ഒരു 10-11 മണി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ബീച്ച് ഭയങ്കര ശാന്തമായിരുന്നു. ആ കാണുന്നത് ഒരു യുദ്ധക്കപ്പലാണ്. അവിടെ എഴുതി വച്ചിരിക്കുന്ന പ്രകാരം 2020 ജാനുവരിയിൽ ഈ ഷിപ്പ് ഡീകമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ബീച്ചിൽ ഞാൻ കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ച്, കുറേ നേരമൊന്നുമില്ല, ഒരു 1 അവർ കിട്ടിയുള്ളൂ. പക്ഷേ ആ 1 അവർ നല്ലോണം ആസ്വദിച്ച് എൻജോയ് ചെയ്ത് നല്ല രസമായിരുന്നു. കുറേ നേരം അതുപോലെ കുറേ റീൽസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് ആലപ്പുഴ ബീച്ചിൽ വന്നിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പം അവിടെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞാൻ നാട്ടിലേക്കും അവർ ബാംഗ്ലൂരിലേക്കും പോയി. അപ്പോൾ ഇതാണ് എൻ്റെ വ്ലോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. സജഷൻസ് കമൻറ്റിൽ അറിയിക്കും. ഹലോ ഗൈസ്. എൻ്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും ബാക്കിന്ന് ഞങ്ങളൊന്ന് അങ്ങോട്ട്